Find the equation of the line joining 1, 2 and 2, 4. For points on the line with consecutive natural numbers 3, 4, 5 as x coordinate, what is the sequence of y coordinate? 1, 2, 2, 4 ഇവ യോജിപ്പിക്കുന്ന വരയുടെ സമവാക്യം കണ്ടുപിടിക്കുക. ഇതിൽ x സൂചക സംഖ്യകൾ 3, 4, 5 എന്നിങ്ങനെ തുടർച്ചയായ എണ്ണൽ സംഖ്യകളായ ബിന്ദുക്കളുടെ y സൂചക സംഖ്യകളുടെ ശ്രേണി എന്താണ്? അപ്പോൾ ആദ്യം നമുക്ക് 1, 2, 2, 4 എന്ന് പറയുന്ന രണ്ട് ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന ലൈനിന്റെ ഇക്വേഷൻ കാണണം. ഇക്വേഷൻ കാണാനുള്ള സമവാക്യമാണ് y minus y1 divided by y2 minus y1 equal to x minus x1 divided by x2 minus x1. ഇതിനെ നമ്മൾ ഇങ്ങനെയും കാണാറുണ്ട്. അഥവാ y minus y1 divided by x minus x1 equal to y2 minus y1 divided by x2 minus x1. അഥവാ y minus y1 divided by x minus x1 എന്ന് പറയുന്നത് സ്ലോപ്പിന് ഈക്വൽ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. y2 minus y1 divided by x2 minus x1. ഈ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് സ്ലോപ്പ് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ രീതിയിലും എഴുതാറുണ്ട്. എങ്ങനെയാ? y minus y1 equal to m into x minus x1. സോറി, x1 ഇല്ല, x minus x1. ഇങ്ങനെ മൂന്ന് രീതിയിൽ നമ്മളത് കാണാറുണ്ട്. എല്ലാം ഒരേ ഇക്വേഷൻ ആണ്. ഡയറക്റ്റ് നമുക്ക് സ്ലോപ്പ് ഈക്വൽ ടു സ്ലോപ്പ് ഇത്രയാണ് എന്ന് പറഞ്ഞ് തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലാസ്റ്റ് എഴുതിയ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ രണ്ടാമത് നമ്മൾ സ്ലോപ്പ് കാണേണ്ട ആവശ്യമില്ല. ഇവിടെ സ്ലോപ്പ് അല്ല, നിങ്ങൾ രണ്ട് പോയിന്റ് തന്നിക്കണേ. അപ്പൊ ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഇതിനൊന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ദാ ഈ x1 മൈനസ് x1 ഇങ്ങോട്ടും y2 മൈനസ് y1 ഇപ്പുറത്തോട്ടും കൊണ്ടുവന്നാൽ ഹരിക്കാനുള്ളത് മുകളിൽ ചെല്ലുമ്പോൾ ഗുണിക്കാനാവും. ഇവിടെ മുകളിലുള്ളത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ താഴോട്ട് വരും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, അപ്പോ ലൈനിന്റെ ഇക്വേഷൻ കാണാൻ എന്താണ്? y മൈനസ് y1 ഡിവൈഡഡ് ബൈ y2 minus y1 equal to x minus x1 divided by x2 minus x1. വാല്യൂ കൊടുത്തു. y minus y1 എന്ന് പറഞ്ഞാൽ ആദ്യത്തത് അത് 2. then y2 minus y1 അപ്പൊ 4 minus 2. x minus x1 ഈ റൗണ്ട് ചെയ്യാത്തതാണ് x1 ആദ്യത്തത് 1. x2 minus x1 2 minus 1. y minus 2 അതേപോലെ തന്നെ എഴുതി. 4 minus 2 എന്ന് പറഞ്ഞാൽ 2. x minus 1 അതേപോലെ എഴുതി. 2 minus 1 എന്ന് പറഞ്ഞാൽ 1. ഇനി രണ്ടിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാം. ഓക്കെ, ഇതിവിടെ 1 ഇവിടെ ഗുണിക്കാനാണ്, അത് ഇങ്ങോട്ട് വരുമ്പോൾ സോറി 1 ഇവിടെ ഹരിക്കാനാണ്, ഇങ്ങോട്ട് വരുമ്പോൾ ഗുണിക്കാനാവും. അഥവാ ഡിവിഷൻ ഇപ്പുറം വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. ഇവിടെ 2 ഡിവിഷൻ ആണ്, അത് ഇങ്ങോട്ട് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. കണ്ടോ? 1 into y minus 2. എന്തുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ടേം ഉണ്ട് അവിടെ. ഈ 1 എന്ന് പറയുന്നത് രണ്ടിനും കോമൺ ആണ്. അതേപോലെ തന്നെ ഈ 2 എന്ന് പറയുന്നത് ഈ x minus 1 ഒന്നിച്ച് കോമൺ ആയിട്ട് ഒന്നിച്ചാണ് നമ്മൾ ഗുണിക്കുന്നത്. അപ്പൊ 1 into y minus 2 equal to 2 into x minus 1. 1 into y minus 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് y minus 2 തന്നെയാണ്. 1നെ ഏതൊരു സംഖ്യ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാലും നമുക്ക് ആ സംഖ്യ തന്നെയാണ് കിട്ടുക. ഓക്കെ, y minus 2 എന്ന് കിട്ടും. ഇനി ഇതിനെങ്ങനെ ഗുണിക്കുക? 2 into x 2x മൈനസ് 2 into 1 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ എങ്ങനെയായി? y minus 2 into 1 എന്ന് പറഞ്ഞാൽ y minus 2 തന്നെ. ഈ 2നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന എങ്ങനെയാ? ബ്രാക്കറ്റിനുള്ളിലുള്ള ഓരോ ടേം കൊണ്ടും നമ്മൾ ഗുണിക്കണം. അപ്പൊ 2 into x 2x മൈനസ് 2 into 1 2. അപ്പൊ y minus 2 equal to 2x minus 2 എന്ന് കിട്ടി. ഇനി ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ എക്സുകളൊക്കെ ലെറ്ററുകൾ നമ്മൾ ഒന്നിച്ചാക്കി. അഥവാ ഇവിടെ ഓൾറെഡി ഒരു -2 ഉണ്ട്, അത് അവിടെ എഴുതി. അവിടേക്ക് ഈ -2നെ കൊണ്ടുപോകുമ്പോൾ അത് +2 ആവും. ഇവിടെ ഓൾറെഡി ഒരു 2x ഉണ്ട്, അവിടേക്ക് ഞാൻ ഈ y കൊണ്ടുവരാണ്. y ഇവിടെ പോസിറ്റീവ് ആണ്, ഇപ്പുറം വന്നപ്പോൾ നെഗറ്റീവ് ആയി. അപ്പൊ -2 + 2 0 എന്ന് കിട്ടും. 2x minus y equal to 0. ഇതാണ് ആ ലൈനിന്റെ ഇക്വേഷൻ. ഓക്കെ, 2x minus y equal to 0.
ഇനി x ഈക്വൽ ടു 3 ആവുമ്പോൾ എക്സിന് നമ്മൾ 3 കൊടുക്കുക, അപ്പൊ നമുക്ക് y-യുടെ വാല്യൂ കിട്ടും. അപ്പൊ 2 into 3 minus y equal to 0 എന്നാണ്. 2 into 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പൊ 6 minus y equal to 0 എന്ന് കിട്ടും. ഇനി ഈ മൈനസ് y ഇപ്പുറം കൊണ്ടുവരാം. മൈനസ് y ഇപ്പുറം വരുമ്പോൾ എന്താവും? പ്ലസ് y ആവും. സോ y-യുടെ വാല്യൂ x 3 ആകുമ്പോൾ y എത്രയാണ്? 6. ഇനി എക്സിന് നമ്മൾ അടുത്തത് 4 കൊടുക്കുക. അപ്പൊ 2 into എക്സിനെ 4 കൊടുക്കുന്നുള്ളൂ, ബാക്കി അതേപോലെ എഴുതിയാൽ മതി കേട്ടോ. എക്സിനാണ് 4 കൊടുക്കുന്നത്. അപ്പൊ 2x എന്ന് പറയുമ്പോൾ 2 into 4 minus y equal to 0. 2 into 4 8 ആണ്. 8 minus y equal to 0 കിട്ടും. മൈനസ് y ഇപ്പുറം വരുമ്പോൾ പ്ലസ് y ആവും. സോ y equal to 8. അപ്പൊ അടുത്തതായി 4 8. ഇനി എത്ര കൊടുക്കാൻ പറഞ്ഞേ? 5 കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 into 5 minus y equal to 0. 10 minus y equal to 0. Then y equal to. സീക്വൻസ് ഓഫ് y കോർഡിനേറ്റ്. y കോർഡിനേറ്റിന്റെ ശ്രേണികൾ കിട്ടി. ഏതൊക്കെയാ? 6 8 10. എക്സിന് 3 4 5 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്ര കിട്ടും? 6 8 10 എക്സെട്ര എന്ന് കിട്ടും. y സൂചക സംഖ്യകളുടെ ശ്രേണി 6 8 10 എക്സെട്ര ആയിരിക്കും.